മിസ്ഇൻഫർമേഷൻ ഇതെല്ലാം കുറച്ച് റൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഫിനോമിനൻ ട്രാക്ഷൻ അത് നമ്മുടെ നാടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, സ്റ്റേറ്റ് ആക്ടേഴ്സ് ഫ്രം അക്രോസ് ദ ബോർഡേഴ്സ് അവരെല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഒരു ഓവറോൾ ഫ്രെയിംവർക്ക് ഓഫ് ട്രെൻഡ്സ്, higher number of people using platforms, increasing digitization of our world. Moonamadu, all platforms having good as well as the rising phenomenon of bad. A bad is a number of categories of bad are there. Criminal bad is also there. User harm is also there. Other child sexual abuse material ഉണ്ട്, പിന്നെ മിസ്ഇൻഫർമേഷൻ ഉണ്ട്. സോ അത് ഒരു തരം ഒരു പുതിയൊരു ഫിനോമിനനാണ്. അതിനുവേണ്ടി ഞങ്ങൾ റൂൾസും പോളിസീസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ, IT റൂൾസ് അതെല്ലാം എനാക്ട് ചെയ്തിട്ടുണ്ട്, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ ഇപ്പോൾ വരും. എന്നിട്ട് ഒരു 2-3 മാസത്തിൽ ഒരു പുതിയ ലെജിസ്ലേഷനും വരും, ഡിജിറ്റൽ ഇന്ത്യ ആക്ട്, which will also regulate the internet. So in the background, I will now leave it to you to share with me your views, your thoughts, your questions. And again, thank you for coming and namaskar. The session is open for interaction, and I request Shangu Gidas to lead the interaction. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബലരാമദേവർ, ഏറെ ആരാധ്യനായ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ സർ, ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഒരു അവതാരികയുടെ ആവശ്യമില്ലാത്ത, ഒരു പരിചയത്തിന്റെ ആവശ്യമില്ലാത്ത വളരെ പ്രമുഖനായ, ഏറെക്കാലമായി നമുക്കിടയിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ. അദ്ദേഹം നിലവിൽ കേന്ദ്ര മന്ത്രിസഭയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെയും അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് വകുപ്പിന്റെയുമായി ബന്ധപ്പെട്ട 2 മന്ത്രാലയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അദ്ദേഹം ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ് ആണ്. അദ്ദേഹം ഒരു ബിസിനസ് മേഖലയിൽ വളരെയേറെ വിജയം കൈവരിച്ചിട്ടുള്ള ഒരു വ്യവസായ പ്രമുഖനാണ്. ഏറെ കാലമായി സജീവമായി രാജ്യസഭാ അംഗം എന്ന രീതിയിൽ 2000 മുതൽ തന്നെ നമ്മുടെ രാജ്യസഭയിലെ അംഗമായിക്കൊണ്ടിരിക്കുന്ന, നിയമനിർമ്മാണ പ്രക്രിയയിൽ അംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്താൻ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും ഒരു സാമാന്യമായിട്ടുള്ള അവതരണം അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം നമ്മുടെ എന്താ പറയുക, കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലുള്ള കൊണ്ടയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ജനിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു എയർഫോഴ്സിലെ എയർ കോമഡോർ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ജനിക്കുന്നത് വളർന്നതൊക്കെ. അദ്ദേഹം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിക്കുന്നത്. അതിനുശേഷം ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. വളരെ വിജയകരമായിട്ടുള്ള ഒരു കരിയർ നയിച്ചിരുന്ന ആളാണ്. ഒരുപക്ഷെ ഇന്റൽ കമ്പനി ആരംഭിച്ച സമയത്ത് ശ്രീ വിനോദ് ധാം ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള, ചൂസ് ചെയ്തിട്ടുള്ള ഏതാനും ആളുകളിൽ ഒരാളായിരുന്നു ഇന്റൽ പ്രോസസർ നിർമ്മിക്കാൻ വേണ്ടി. അദ്ദേഹം i486 എന്ന പ്രോസസർ നിർമ്മിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിലാണ് ഇന്റൽ കമ്പനി. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു. അദ്ദേഹം BPL ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. 1994 BPL മൊബൈൽ ആദ്യമായിട്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സങ്കേതം പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. 2005 മുതൽ അദ്ദേഹം നമ്മുടെ മാധ്യമ രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അതിന്റെ ഹോൾഡിംഗ് കമ്പനിയായിട്ടുള്ള ജൂപ്പിറ്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ, അതുമായി ബന്ധപ്പെട്ട് 2009 ശേഷം ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നേതൃത്വം അദ്ദേഹം വഹിക്കുന്നുണ്ട്. 2018 ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ദേശീയ മാധ്യമമായിട്ടുള്ള റിപ്പബ്ലിക് ചാനലിന്റെ പോലും തുടക്കം കുറിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം വളരെയേറെ വിജയകരമായി മുന്നേറാൻ സാധിച്ചിട്ടുള്ള, വെന്നിക്കൊടി ബാധിച്ചിട്ടുള്ള, അത് രാഷ്ട്രീയത്തിലാവട്ടെ, അത് കരിയർ മേഖലയിലാവട്ടെ, അത് മറ്റു ഇടപെടലുകളിലാവട്ടെ,
അപ്പൊ ആ രീതിയിൽ ഒരു സമൂഹത്തിന് ഒരു ഇൻസ്റ്റലേഷൻ എന്നുള്ള രീതിയിൽ, ഒരു മാർഗദർശി എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഉയർത്തിക്കാട്ടാവുന്ന ഒരു മാതൃകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഇരിക്കുന്നു എന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട്, നമ്മുടെ വലിയൊരു അവസരമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ സോഷ്യൽ മീഡിയയിലെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതലങ്ങൾ, അത് ഏത് രീതിയിലാണ് അതിന്റെ സാധ്യതകൾ സമൂഹത്തെ പൊതുവിൽ പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ സാധ്യത ഏത് രീതിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന് യാത്രയുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക പരിമിതി ഉള്ളതുകൊണ്ട്, സമയപരിധി ഉള്ളതുകൊണ്ടാണ് വളരെ ചെറിയൊരു ഇന്ററാക്ഷൻ മാത്രം അദ്ദേഹം ചുരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആ പരിധി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അഡ്രസ് ചെയ്യേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏത് വിഷയത്തെ സംബന്ധിച്ചും നമുക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ സമയപരിധിയിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് മാത്രം. എന്ത് ചോദ്യവും ഉന്നയിക്കാം. സദസ്സിന് വിട്ടുവരുന്നു. ഹായ്, മൈ നെയിം ഇസ് അശ്വിൻ. മിനിസ്റ്റർ, എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ പൊതുവെ എല്ലാവരും ആൾക്കൂട്ടാക്രമണങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും, അതായത് ഫിസിക്കലായിട്ടുള്ള വേൾഡില്. പക്ഷെ സൈബർ വേൾഡിൽ ആൾക്കൂട്ടാക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ, സൈബർ അറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കർവ് ചെയ്യാനായിട്ടുള്ള എന്ത് മെഷേഴ്സ് ആണ് ആസ് എ മിനിസ്റ്റർ വാട്ട് വിൽ യു ഡു, എസ്പെഷ്യലി ലൈക് വെൻ സ്റ്റേറ്റ് ഇസ് ഇൻവോൾവ്? സ്റ്റേറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൈബർ അറ്റാക്സ്, അതിന് അങ്ങനെയുള്ള ആസ് എ റെസ്പോൺസിബിൾ സോഷ്യൽ മീഡിയ യൂസർ എങ്ങനെയാണ് എനിക്ക് സംരക്ഷണം കിട്ടുക? Cyber attacks or Cyber attacks, there are two types of cyber attacks. One is cyber security, that is breaches. നമ്മുടെ സിസ്റ്റമിനെ ബ്രീച്ച് ചെയ്ത് ക്രോസ് ബോർഡർ സ്റ്റേറ്റ് ആക്ടർ ഇൻ സ്റ്റേറ്റ് എൻറ്റിറ്റീസ് നമ്മുടെ സിസ്റ്റമിനെ ബ്രീച്ച് ചെയ്ത് നമ്മുടെ ഡേറ്റ, നമ്മുടെ സീക്രറ്റ്സ് അതില്ല. അതൊന്ന്. സെക്കൻഡ് ഇസ് ഒരു കോൺസ്പിരിറ്റോറിയൽ കൊളാബറേറ്റീവ് അറ്റാക്ക്, കൊളാബറേറ്റീവ് ടൂൾ കിറ്റ് ആണോ, ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യാനോ, ഒരു നെറേറ്റീവിനെ ഡെമോളിഷ് ചെയ്യാനോ, ഒരു കൊളാബറേറ്റീവ് അറ്റാക്ക് വിച്ച് ഈസ് ഇൻ ദ കാറ്റഗറി ഓഫ് യൂസർ ഹാം. അതിൽ ഡോക്സിങ്, ഗ്യാസ് ലൈറ്റിംഗ്, ട്രോളിങ്, ബുള്ളിങ്, അതെല്ലാം ഒരു കാറ്റഗറി. ഈ ഇന്നത്തെ ഒരു ലീഗൽ ഫ്രെയിംവർക്കിൽ IT ആക്ട് ആണല്ലോ ലോ, പിന്നെ IPC ആണ് ക്രിമിനൽ ലോ. ക്രിമിനൽ ലോയിൽ ഈ cyber security is not, there is enough provision in criminal law and there is enough provision in IT Act to deal with cyber security per se. But ഇതിൽ ഒരു unique phenomenon between real world and cyber spaces, ഒരു cyber crime victim ഒരു jurisdiction, perpetrator is in second jurisdiction and the crime is maybe in a third jurisdiction. അത് രണ്ട് കൺട്രി ആവുമ്പോൾ അതൊരു കോംപ്ലക്സിറ്റി. നമ്മുടെ ഈവൻ വിതിൻ ഇന്ത്യ, ബിക്കോസ് ലോ ആൻഡ് ഓർഡർ ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട്, ഇത് ക്രിമിനൽ ബീഹാറിലാണ്, വിക്ടിം കേരളയിലാണ്, ക്രൈം ബാംഗ്ലൂരിലാണെങ്കിൽ 3 പോലീസ് ജുറിസ്ഡിക്ഷൻസ് ഹാവ് ടു കോഓപ്പറേറ്റ്. അതൊരു സിമ്പിൾ ഇഷ്യൂ അല്ല, ബിക്കോസ് ചില സ്റ്റേറ്റ്സിലെല്ലാം സൈബർ പോലീസിംഗിന്റെ അഡ്വാൻസ്മെന്റ് ജാസ്തിയാണ്, ചില സ്റ്റേറ്റ്സ് എല്ലാം ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇറ്റ് ഇസ് എ യുണീക് ചാലഞ്ച്. അത് അങ്ങനെ ഒരു സിമ്പിൾ ആൻസർ എനിക്ക് തരാൻ പറ്റില്ല. ഇറ്റ് ഇസ് എ ഇഷ്യൂ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് മാനേജിംഗ് ഡിഫറെന്റ്ലി. ആൻഡ് ആസ് ഫാർ ആസ് 2 ഇന്റർനാഷണൽ ജൂറിസ്ഡിക്ഷൻ ആർ കൺസേൺ, അത് ഈ G20 ഇന്ത്യന്റെ പ്രസിഡൻസിയിൽ ഒരു ഗ്ലോബൽ പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ഒരു കൺസെൻസസ് ബിൽഡ് ചെയ്യുന്നത്. നൗ ഓൺ ദ അതർ സൈഡ്, നമ്മൾ ഈ യൂസർ ഹാം സ്പെസിഫിക്കലി ടു സൈബർ സ്പേസ്, ആൾക്കാരെ ട്രോൾ ചെയ്യുക, ഗ്യാസ് ലൈറ്റ് ചെയ്യുക, ഡോക്സ് ചെയ്യുക, അവരുടെ ഇൻഡിവിജ്വൽ പ്രൈവസി, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ഡിനൈ ചെയ്യുക, അതെല്ലാം ഒരു ന്യൂ ലെജിസ്ലേഷൻ ഇപ്പോഴത്തെ ലെജിസ്ലേഷനിൽ ഉണ്ട്. അണ്ടർ IT ആക്ട്, IT റൂൾസ്. ഇപ്പോൾ റീസെന്റ് മാർച്ച് 2023 നോട്ടിഫൈ ചെയ്ത IT റൂൾസ് ഇതെല്ലാം ഉണ്ട്. ബട്ട് ഇൻ ദ നെക്സ്റ്റ് 60 days, 35 to 60 days, ഒരു പുതിയ ലോ ഈ IT ആക്ടിനെ റിപ്ലേസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. അതിലെല്ലാം ഇത്
will be firmly put in law. So, ഞങ്ങളുടെ ഒരു recognition ഉണ്ട്, ഇതൊരു problem ആണ്. The problem is being misused by some people, and at the other end, നമ്മൾ കണ്ടല്ലേ മലനാട് മലയാളി ആ വെബ്സൈറ്റിനെ റാൻഡം യൂസ് ഓഫ് IPC and putting him in jail, അതിനെല്ലാം പ്രൊഹിബിറ്റ് ചെയ്യാൻ പ്രിവെന്റ് ചെയ്യാനും അതിന്റെ പ്രൊവിഷൻ ഉണ്ടാവും. That means the law will be not only specific, will be a deterrent, but it will also be preventing misuse. നമസ്തേ, എൻ്റെ പേര് കെവിൻ പീറ്റർ. കാസ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ പ്രതിനിധിയാണ്. മിനിസ്റ്റർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. പക്ഷെ ഇവിടെ കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും ആ നിലനിർത്തുന്നതും വേണമെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കൂണ് പോലെ മുളച്ചു പോകുന്ന കുറെ യൂട്യൂബ് ചാനലുകളുണ്ട്. അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യവും ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചൊടിച്ച് അവർക്ക് വാർത്തയാക്കും. അവരുടെ നിയന്ത്രണം ആകെ എന്ന് പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമായിട്ടുണ്ട്. ആ കമ്പനിയാണ് നിശ്ചയിക്കുന്നത് ഏത് തരത്തിലുള്ള വയലേഷനാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല. അപ്പോൾ ന്യൂസ് ചാനലുകൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പ്രത്യേക വിഷയം ഉണ്ടാകുമ്പോൾ കുറേയധികം ന്യൂസ് ചാനലുകൾ വരുന്നു. അവർ പിഴ രീതിയിൽ അവരതിനെ വളച്ചൊടിക്കുന്നു. അപ്പൊ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ന്യൂസ് ചാനൽ എന്ന് പറയുന്ന ഏത് ലാംഗ്വേജിൽ ഏത് സ്റ്റേറ്റിൽ തുടങ്ങിയാലും അതിനൊരു നിയന്ത്രണത്തിന്റെ ഒരു അതോറിറ്റിയുടെ കീഴിൽ അതിനെ രജിസ്റ്റർ ചെയ്യിച്ച് അതിന് മാനദണ്ഡങ്ങൾ പെടും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് യൂട്യൂബ് എല്ലാം തീരുമാനിക്കേണ്ടത് എങ്ങനെ നമ്മൾ ഏത് വാക്കാണ് വയലേഷൻ ഉണ്ടാക്കുന്നത്, ഏതാണ് അലൗഡ് എന്ന് അവരല്ല തീരുമാനിക്കേണ്ടത്, നമ്മുടെ കൺട്രിയാണ്. അപ്പൊ അതിനൊരു നിയമം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിന് കീഴിൽ കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത്. Well said. ഒരു alternate job വേണമെങ്കിൽ എന്റെ മിനിസ്ട്രിയിൽ as a spokesperson I'm offering you a position immediately. Absolutely well said. ഇപ്പോ റീസെന്റ് ജാക്ക് ഡോർസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ, ട്വിറ്റർ ഇതാണ് തേങ്ങ വാങ്ങാൻ ഇന്ത്യയിൽ വി വർ പുട്ടിംഗ് ദം ഇൻ ജയിൽ. ഇതെല്ലാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇസ് 2008 UPA ഗവൺമെന്റ് ടൈമിൽ ഈ IT ആക്ടിൽ they put one amendment called Section 79. ആ സെക്ഷൻ 79 ഈ വലിയ വലിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ഒരു ഇമ്മ്യൂണിറ്റിയാണ്. യു ആർ എൻ അഡ്വക്കേറ്റ് അല്ലേ? അല്ല, അഡ്വക്കേറ്റ്. അപ്പോ അഡ്വക്കേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇതിലാണ് ആ ഇമ്മ്യൂണിറ്റിന്റെ കാരണം ഇവരെല്ലാം വിചാരിച്ചത് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല, എന്ത് വേണമെങ്കിലും കോണ്ടന്റ് അവിടെ ഹോസ്റ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ആ കോണ്ടന്റ് എടുക്കുക, ബിക്കോസ് വി ആർ ഇമ്മ്യൂൺ ഫ്രം പ്രോസിക്യൂഷൻ അണ്ടർ സെക്ഷൻ 79. അതൊരു ഫ്രീ പാസ് ആയിട്ട് കൊടുത്തത് 2008. സോ അവരുടെ മൈൻഡിൽ നാച്ചുറലി ഒരു ബിലീഫ് ഉണ്ടായിരുന്നു that we have no need to comply with any law in India because anyway we are immune from prosecution. If I am immune from prosecution, why should I follow the law? അതാണ് അവരുടെ തിങ്കിങ്. അതുകൊണ്ട് ട്വിറ്റർ ഫോർ എക്സാമ്പിൾ, യൂട്യൂബ് is another very good example, believes that അവരാണ് ഈ ട്രൂത്തിന്റെ ആർബിറ്റർ. വാട്ട് ഇസ് ഇല്ലീഗൽ, വാട്ട് ഇസ് ലീഗൽ അവർ ഡിസൈഡ് ചെയ്യും. വാട്ട് ഇസ് ഹാർംഫുൾ, നോട്ട് ഹാർംഫുൾ അവർ ഡിസൈഡ് ചെയ്യും. വാട്ട് ഇസ് ഹാർംഫുൾ, വാട്ട് ഇസ് ക്രിമിനൽ, ആഫ്റ്റർ May 2021 our government decided enough is enough, because what was happening is problem created in the platform ഞങ്ങൾ ഇമ്മ്യൂൺ ആണ്. സോ സിറ്റിസൺ will come to the government, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യൂ, ഞങ്ങളെ രക്ഷിക്കൂ. So government was being dragged into every dispute between the platform and the citizen. അതുവേണ്ടി May 2021, പിന്നെ അതിന്റെ ഒരു സക്സസർ October 2022, and the latest one in March 23, we have notified what is called intermediary guidelines. അതിൽ Rule 31B was a rule that specifies what platforms have to do to be eligible for that safe harbor. അതിൽ 11 sections ഉണ്ട്. 11 sections which are prohibited from platforms from carrying child sexual abuse material, pornographic material that abuses personal privacy, religious incitement content, misinformation and patently false information. അങ്ങനെ 11 categories.
അപ്പൊ ഇന്ന് ഒരു പ്ലാറ്റ്ഫോം, അത് യൂട്യൂബ് ആണോ, അവര് ട്വിറ്റർ ആണോ, ആരെങ്കിലും ആ കോണ്ടന്റ് ക്യാച്ച് ചെയ്യില്ല സെക്ഷൻ and process of carrying it after the attention has gone back or grievances, then they can be directly sued the consumer or the citizens who will be a safe power in the provision false. Our accountability we have brought for the first time. For example, YouTube, if there are channels that are doing misinformation, if they don't take it down, you can go to something called gac.gov.in, a digital platform, grievance appellate committee. When you 5 minutes reporting in there, that immediately will go to gac.gov.in, digital on the platform it will get decided if it is right or wrong, and a direction will be sent to the YouTube platform. I encourage you, use you, grievance officer or editor to YouTube in there, our respond is 48 hours gac.gov.in report here, appeal here. Even accountable citizens have to make them accountable. Social media warriors have to make them accountable. This government taniye cheyadal idu nadakilla. So we do it. Adonnu. Randamathe njan ipo Digital India Act parnallo. Adil ee safe harbor na provision we are going to remove it totally. So platform misbehave cheyadal court il poite avade discuss cheythu avade dispute will be settled by the court, not government, not anybody else. Adil pudiyoru construct, pudiyoru framework, we are going in that direction. Sir, I told that you are going for a G20 for a common code of conduct like that. So, is it feasible or even possible to make that Aadhaar or any identity is compulsory to start a social media account? Nowadays, what happens? People fake IDs, and they are behind all these nonsense happening there. So, will the government? Question. Opinion. You tell me whether, I'll tell you the construct right now. Social media platforms have given themselves immunity. Our prosecutor materials under section 79. Plus, they encourage anonymity. So, anonymous user doing something wrong on a platform that cannot be prosecuted means internet has become a place where illegality thrives and it has become a safe haven for user harm and criminality. The line I coined this line in 2018 in a submission to TRAI that the internet must not be a safe haven for those who violate laws. That's the principle. Prime Minister has said accountability, safety and trust. 3 things are absolutely non-negotiable attributes of the future of Indian internet. So accountability only. Idile accountable illatha aarum ivade it cannot be possible. Adu user aano, user platform aano, ellarum accountable aano. Now accountability issue ne korchu extend cheyanadu. How to make a user accountable if he is anonymous or she is anonymous? Adile main question. Adile rendu option undu. One option is to say we will prohibit anonymous use of platforms. That's easy. Legislation pass anonymous use is prohibited. Second is anonymous use okay because privacy, whistleblowers want anonymous nature, freedom of whistleblowing protect privacy protect anonymity allow. The second school of thought. Right to but the owner should be on the platform to say, anonymous illegality cheyidal, you should be able to tell us who he is. So, this construct explore this DIA direction through consultation we decide.
പാർലമെന്റിൽ ഒരു കോൺഗ്രസ് എം പി ആള് ലോക്സഭയിൽ stood up and he said, "Illalla, I want that we should have everybody identified. EKYC മാതിരി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഐഡന്റിറ്റി." അപ്പൊ എന്റെ ആൻസർ അന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഗവൺമെന്റ് believes in protecting individual rights. Individual rights also has the right to anonymity if you are not violating law. But we also believe that right to anonymity should fall. Our curtain should fall if you have committed a crime or if you have violated the law. That's the condition. You can hide behind anonymity to protect yourself, but not if you are conducting some illegality. That's our construct, our thinking. Good afternoon, sir. My name is Shekhar Narayan Swami. Actually, sir, I have two questions. So actually, in the media of social era, and mainly fake news are good. So we do have already fact checkers, but the real fact checkers they belong to a particular their agenda, their criteria. So what happened is that these fact checkers, in fact, they are driving the real news to a different channel. So why can we implement a new government? Good question. Fact checkers in the ഒരു 10%. Can I add one more thing, sir? Second thing, sir, recently I have noted in many of those who are having Indian citizenship and having proper Indian passport, they are residing outside India. They are talking through the social media against India. Is there any strict, especially from Middle East, Canada, and many places, they are regularly doing the same thing. Why can we kind of stringent laws, those who are still having their Indian citizenship and talking against India, say, outside the India? That's a very serious concern. First point is this issue of fact checkers. Actually, ഇപ്പോൾ ഇന്റർനെറ്റില് ഫാക്ട് ചെക്കർ ഇന്ത്യയില് 10% മാത്രമേ റിയൽ ഫാക്ട് ചെക്കർ. ബാക്കി എല്ലാവരും they are actually amplifiers of fake information by calling it correct. Yeah, ആ പേര് ഞാൻ അറിയുന്നില്ല, that you decide. So we are basically we are going to make sure that ഈ fact checking ഇങ്ങനെ free for all ആവുന്നില്ല. ആരാണ് fact checker, അതിന് എന്ത് ക്വാളിഫിക്കേഷൻ വേണം, എന്ത് accountability ഉണ്ടാവണം. So that will be coming in this new legislation, and fact checking will be certainly very, very carefully monitored and organized to prevent from misuse. Control not for the narrative, but to prevent its misuse. Misinformation, if fake news is our IT rules, fake news, misinformation or patently false information is one of the biggest threats to safety and trust on the internet. In the misinformation, studies ഒരു നോണ പറഞ്ഞാൽ അത് ചെയ്യുന്നു, but എല്ലാം fake and inciting violence against government of India. So we are cracking down heavily through rules, through laws, without infringing on freedom of speech. Your second issue about anti-national, we have to be careful. We are, especially I am speaking for my government and my party. We are a government and we are a leader, Prime Minister Narendra Modi ji, who is deeply committed to fundamental rights of every Indian. Article 19 guarantees the freedom of free expression. Terry Varanadu is not illegal. Rajiv Chandrasekhar is a stupid IT minister. Somebody says, I'll say, okay, that is your point of view. Pinarayi Vijayan is a paragon of libertarian values, freedom of speech, accepting that he throws people into jail occasionally. That's an opinion. India is a third-rate country that does not do well, and I am from Pakistan, or I think Pakistan is the greatest country in the world. Sure, that is your opinion. It betrays your ignorance. There is a statement in a quote about the internet which I will share with you. Therefore, we should never respond too much to people who try and provoke. The internet is a medium that makes the village idiot.
also appear to be a pretender to be a Nobel Prize winner. മനസ്സിലായില്ലേ? റീസെന്റ് ഞങ്ങൾ സെമികണ്ടക്ടർ പോളിസിയിൽ ഞങ്ങൾ അനൗൺസ് ചെയ്തു, അമേരിക്കയിൽ ഒരു വലിയ കമ്പനി മൈക്രോൺ വന്ന് ഇവിടെ സെമികണ്ടക്ടർ പ്ലാന്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ പ്രപ്പോസൽ തരുന്നു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നു. എന്നിട്ട് TMC എന്നൊരു പാർട്ടി എന്നൊരു സോഷ്യൽ മീഡിയ പയ്യൻ എഴുതാം, ഇറ്റ് ഈസ് ഓൺലി എൻ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റ്. അയാൾ വിചാരിക്കുന്ന ഒരു പാക്കറ്റാണ്, അതിലൊരു ആപ്പിളോ എന്നോ ഇട്ടിട്ട് പാക്കേജ് ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി എൻ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റ്. So, see, ignorance is not violating any law. I always say, right to free speech. Our constitution is so beautiful that if you are determined to show your foolishness, അതിനൊരു fundamental right ഉണ്ട്. ഞാൻ ഒരു fool ആണെന്ന് പറയാൻ repeatedly പറയാൻ അതിനൊരു fundamental right ആണ്. So അതിനെ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ആവശ്യമില്ല. But somebody says something patently false to incite a particular community. പുറത്ത് ഇരുന്ന് ചെയ്യുന്നു, അതൊരു ക്രൈമാണ്, അതൊരു വൈലേഷനല്ല. അത് അണ്ടർ IPC, അണ്ടർ സിറ്റിസൺഷിപ്പ് ആക്ട്, അണ്ടർ സെഡിഷൻ ആക്ട്, മെനി വേസ് ഓഫ് പ്രോസിക്യൂട്ടിംഗ് ദാറ്റ് പീപ്പിൾ. അയാൾ ദുബായിൽ നിന്നിട്ടോ ലണ്ടനിൽ നിന്നിട്ട് he is saying no, Narendra Modi ji is not good, Rajiv Chandrasekhar is a fool, BJP is a third-rate party, or Congress is the best party and the protector of democracy. Rahul Gandhi should be given a Nobel Prize in physics. That we cannot stop that. Adilur law undavanum padilla, adu undavilla. Sir, you were talking about the Digital India Act that is coming up, and I can already sense the kind of pushback that we will get in our state, where they will say that whenever the sender tries to do something, they find the negatives of it. So they will say that the freedom of expression is being curtailed and things like that. So since we are all in this group trying to build the narrative, what are your thoughts on how we can do that, effectively counter that? Look, safety and trust on the internet is as important a right for our citizens. അത് ഞാൻ പറഞ്ഞ why it is important. ഇന്നത്തെ ഇന്റർനെറ്റ് ഞാൻ പറഞ്ഞ അത് 85 കോടി ആൾക്കാർ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആരത് യൂസ് ചെയ്യുന്നത്? ഓൾഡ് പീപ്പിൾ, യങ് പീപ്പിൾ, സ്റ്റുഡൻസ്, സ്ത്രീകൾ, മെൻ, digitally literate, digitally very illiterate. People are using it for the daily livelihood. People are using it for the subsidies. People are using it for the benefits from government. അപ്പോ ഇവർക്കെല്ലാം ഇന്റർനെറ്റ് ഒരു ഭയങ്കര ട്രസ്റ്റഡ് സ്പേസ് ആവണം, സേഫ് സ്പേസ് ആവണം. ജസ്റ്റ് ലൈക്ക് താങ്കൾ ഇഫ് യു ആർ ലിവിംഗ് ഇൻ എ കമ്മ്യൂണിറ്റി, ഒരു വില്ലേജ്, ഒരു ടൗൺ, അവിടെ നമുക്ക് ലോ ആൻഡ് ഓർഡറിന്റെ ഒരു അഷ്വറൻസ് വേണ്ട. അപ്പൊ ഇന്റർനെറ്റിലും സേഫ്റ്റി ആൻഡ് ട്രസ്റ്റിന്റെ അഷ്വറൻസ് ദ ഗവൺമെന്റ് ഇസ് മാൻഡേറ്റഡ് ടു ഗിവ്. ഇറ്റ് ഈസ് അവർ ഓബ്ലിഗേഷൻ, ഇറ്റ്സ് അവർ ഡ്യൂട്ടി, എല്ലാവരുടെയും ഡ്യൂട്ടി. അത് വിട്ടിട്ട് ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് ടു കോംപ്രമൈസ് ദിസ്, ദാറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. നമ്പർ 1. നമ്പർ 2, freedom of speech and expression in India is a fundamental right, not an absolute right. Sri Jawaharlal Nehru amended Article 19 and created restrictions on free speech. You cannot say things that will incite. You cannot say things that will be against national security. You cannot say things that will cause law and order. You cannot say things against friendly nations. There is in the constitution, this is a constitutional provision that is not an absolute right. If some Marxist decides, descendant of Comrade Stalin and Comrade Mao and Comrade Karl Marx decides that they are the paragon of free speech, then I can't help delusion. Other belief. We should just get Manoranjan Malayali's journalists to give their views on that. Or you should get Asianet News journalists to comment on that. So they will do it not because they believe in free speech. They will do it because they don't want us to progress. They don't want us to do the internet in an orderly manner. But the internet toxic is our goal. Toxicity create. So ഒരു pushback ചെയ്യണം. That free speech, right to free speech is not the same as right to misinformation.
ആ ഇക്വാലിറ്റി, ആ ഇക്വേഷൻ ഈസ് ഫോൾസ്. So my name is Vishwaraj. Just wanted to ask, there are a lot of Indian citizens sitting in abroad doing their job there. They are thinking that they are in safe havens and instigating war against India through social media. Yeah, and maybe it is the Malayalis who is doing that for the Popular Front of India or something like that, or Khalistan is doing against the country's system. They are doing it against the government, the judiciary, religious system, anything like that. So, are they actually safe sitting abroad and do anything whatever they want? They are not coming to India. ഇല്ല, അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ ലോയിൽ അവർ എന്ത് വയലേറ്റ് ചെയ്യുന്ന ഞാൻ പറയാം. അത് തെറി പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ വയലേഷൻ ഓഫ് ഇന്ത്യൻ ലോ. ബട്ട് ഇഫ് ദേ ആർ ഡൂയിങ് സംതിങ് like I said under the rules of the IPC which is violated, we can certainly prosecute it. Let me finish and you can respond. Second, each jurisdiction, now for example in UAE and Middle East, ഇവരെല്ലാം വിചാരിക്കുന്നത് അവിടെ ഒരു ലോ ഒന്നുമില്ല. That place cannot be used for creating enmity, fomenting unrest for any other country. There are strong laws there. UK, USA they have a little bit more relaxed view on free speech with the First Amendment. But all other countries have local laws as well. This belief that ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോൺസിക്വൻസ് ഇല്ല എന്നൊരു ബിലീഫ്, അതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ if you all get together and identify one person who is, let us say, misbehaving, saying things that are wrong, then sit down with some lawyer and understand, നമുക്ക് റിസർച്ച് ചെയ്ത് ഒരു കേസ് സ്റ്റഡി ഒന്ന് എടുത്തത് അതിനെ പർസ്യൂ ചെയ്താൽ ഒരാളെ ഒരു ഇഫ് യു ഷോ ദാറ്റ് ഇങ്ങനെ ഈ ബിഹേവിയറിന് ഒരു കോൺസിക്വൻസ് ഉണ്ട് അണ്ടർ ലോ, അത് ആ കൺട്രിയിലെ ലോ ആണോ ഇന്ത്യൻ ലോ ആണോ, അത് ചെയ്താകുന്നു. Similar cases ഒന്നല്ല, ഒരുപാട് ഇഷ്യൂസ് I have informed many of these people are, you know, we have informed Home Ministry, we have informed International. Home Ministry will inform you. We have informed the UAE Ministry. I'll explain to you. I'll tell you. No, I'm not saying don't do it. My suggestion is something else. Let us be also clever. We are also smart. Our culture is also good. നമ്മൾ ഒന്നോ രണ്ടോ കേസ് അങ്ങ് എടുക്കുക. നിങ്ങൾ എല്ലാവരും ചെറിയ ഗ്രൂപ്പ് ഇരുന്ന് ആ രണ്ട് കേസിൽ ഫോക്കസ് ചെയ്യാം. And we put all our legal might and legal acumen against that case. എന്നിട്ട് അത് പ്രൂവ് ചെയ്യാം. I'll give you an example. ഈ കർണാടക ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്നെ പറ്റി somebody puts a post out. ഞാനൊരു ബുച്ചറിന്റെ ഡ്രസ്സില് എന്റെ ഫേസ് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പറിന്റെ ഫേക്ക് വാട്ടർമാർക്ക് ഇട്ടിട്ട് Rajiv Chandrasekhar runs a beef export business. ഞാനത് ഒരു 7 days ago I saw it and I said, should leave it. ഒരു 2 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ, അതും മംഗലാപുരത്ത് ഫ്രം എ ഫ്രണ്ട്. അങ്ങനെയാണോ നിങ്ങളിപ്പോ ഭയങ്കര ഇവിടെ ചർച്ചയാണല്ലോ ബാംഗ്ലൂർ, നിങ്ങൾ ബീഫ് എക്സ്പോർട്ട് എങ്ങനെ ചെയ്യുന്നത് BJP-യിൽ ഇരുന്നിട്ട്? Realize that it has gone viral. I had made a mistake of ignoring it. Immediately, as per the IT Act and IT rules, not because I'm a minister, simply following the procedure, escalated to Meta, Facebook. 24 hours later, but same 24 hours filed a criminal case with sections, etc. That's all. Yesterday, it was basically saying, Shashtang, Namaskaram. Mistake is so like that you have to catch these 2-3 cases, not get agitated, not get just desham or anti-national. Anti-national pidichu isolate either. We find out the legal cause and the law does provide for it. ഇവരെല്ലാം വിചാരിക്കുന്നത് നമ്മളിത് ചെയ്ത കോൺസിക്വൻസ് ഇല്ല. അതൊരു ഫ്രോഡ് അസംപ്ഷൻ ആണ്. അത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ്സ് എ ഫ്രോഡ് അസംപ്ഷൻ. ഒന്നോ രണ്ട് കേസിൽ ചെയ്താണ്. The social media influencers as well as anti-social media influencers. There are 2 types of influencers.
The problem with most of the anti-social media influencers, they are getting huge revenue which is not tracked properly. Is there any system that we can track it up? Because recently we have seen 2 people have been caught, and ultimately there are so many people who are taking a lot of revenue on board with as well as anti-national in India. I think we are our department of recently, about we are on the top. Yes, please. The one question now it is already put in go. So as a minister, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ ഇല്ലല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നമ്മൾ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആൾസോ ഒരു ദിവസമാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഉൾപ്പെടുന്നത്. ഞങ്ങളിൽ എന്താണ് ആസ് എ മിനിസ്റ്റർ യുവർ എക്സ്പെക്ട്? അല്ല നോക്കൂ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു ഡിനൈ സ്റ്റുഡൻസ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇസ് ദ ബിഗസ്റ്റ് ക്രൈം യു ആർ ഡൂയിങ് അഗേൻസ്റ്റ് ചിൽഡ്രൻ. അത് ഈ ഗവൺമെന്റ് ആണ് ഒന്ന് ചെയ്യുന്നത്, പിന്നെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വൈ ഇസ് ഇറ്റ് എ ക്രൈം? ഐ ടെൽ യു വൺ തിങ്, 2 or 3 ഡേറ്റ പോയിന്റ്സ് ദാറ്റ് യു വിൽ ഫൈൻഡ് ഷോക്കിംഗ്. 2014 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആവുമ്പോൾ ഇന്ത്യയിൽ 42 കോടി ജനങ്ങളായിരുന്നു വർക്ക് ഫോഴ്സിൽ. 420 million, 42 crores for India workforce. അതില് 31 crore Indians had no skills. 65 കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് അതായിരുന്നു നമ്മുടെ ലെഗസി. 3 out of every 4 Indians in the workforce was working without skills or education. ഇതായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ. അതൊന്ന്. രണ്ടാമത്തത്, എല്ലാ കൊല്ലം 1.9 crores were joining the workforce without skills. അതെന്തോ എങ്ങനെ? ബിക്കോസ് സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുമ്പോൾ സ്കിൽസ് ഒന്നും ഇല്ലാണ്ടാണ് ഡ്രോപ്പ് ഔട്ട് ആവുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ മെയിൻ ഫീച്ചർ എന്താണ്? മെയിൻ ഫീച്ചർ ഇസ് 6th standard തൊട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും സ്കില്ലിംഗ് പഠിക്കണം. അത് പാർട്ട് ഓഫ് ദ കരിക്കുലം ആണ്. സോ ദാറ്റ് നോബഡി ലീവ് സ്കൂൾ. അത് 8th standard സ്കൂൾ വിട്ടാലും 10th standard സ്കൂൾ വിട്ടാലും 12th standard സ്കൂൾ വിട്ടാലും സ്കിൽ ഇല്ലാണ്ട് സ്കൂൾ വിടില്ല. അത് ചെയ്തില്ലെങ്കിൽ ഒരു മുഴുവൻ ജനറേഷൻ ഓഫ് കുട്ടികൾ ആർ ഗോയിങ് ടു ബി ഡിസ്അഡ്വാൻറ്റേജ് വേഴ്സസ് ദി അതർ ജനറേഷൻ ഓഫ് ചിൽഡ്രൻ ഹു ആർ ഗോയിങ് ടു ബി അഡ്വാൻറ്റേജ്. നമ്മളൊരു ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് സ്കില്ലിംഗിൽ ക്രിയേറ്റ് ചെയ്യാണ് ബൈ നോട്ട് ഇംപ്ലിമെന്റിംഗ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോ ഇതിനെപ്പറ്റി അഡ്വക്കസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സാഫ്രൻ അജണ്ട, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തേങ്ങ മാങ്ങ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈസ് എംപവറിംഗ് യങ് ഇന്ത്യൻസ്. അവർക്ക് സ്കില്ലിംഗ് ഫ്രം 6th standard, അവർക്ക് മാതൃഭാഷ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് പഠിക്കാനൊരു എബിലിറ്റി, അവർക്ക് എഞ്ചിനീയറിംഗ് ദേ കൻ ഡു ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ദേ കൻ ഡു മെഡിസിൻ ഇൻ ലോക്കൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ്. ഇതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ ഫീച്ചർ. സോ ഇഫ് യു ആർ എൻ ഇൻഫ്ലുവൻസർ, യു ആർ എഡ്യൂക്കേഷനിസ്റ്റ്, യു ആർ സ്റ്റുഡൻസ് ഫോളോയിങ് യു. ഞാൻ എല്ലാവരും പറഞ്ഞത് എന്താ പറയുക, ഞാൻ ഇപ്പൊ കുറച്ച് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, സ്കൂളിൽ പ്രിൻസിപ്പൾ പറയുമോ ഞങ്ങളുടെ സ്കൂളിൽ NEP അപ്ലൈഡ് എല്ലാവർക്കും ഞങ്ങളുടെ സ്റ്റേറ്റ് ബോർഡാണ്, നമ്മൾ പോയി CBSE അപ്ലൈ ചെയ്യൂ. യു ബിക്കം എ CBSE സ്കൂൾ, അത് ബെസ്റ്റ്. CBSE NEP ഉണ്ട്. ബിക്കോസ് ഇപ്പോ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. പേരന്റ്സ് ആർ സെയിങ് ഞങ്ങൾക്ക് കുട്ടികളെ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് മാറ്റി CBSE ആക്കണം. എന്തിന്? NEP. സോ ഇതാണ് മെയിൻ ഫീച്ചർ. നമ്മൾ റീജിയണൽ നമ്മുടെ മദർ ടങ്ങിലെ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ. സെക്കൻഡ് ഇസ് സ്കൂളിന്റെ കരിക്കുലമില് സ്കില്ലിംഗ് ആൻഡ് സ്പോർട്സ് ഉണ്ടാവും. സ്കൂള് കഴിയുമ്പോൾ ഒരു സ്കിൽ ആൻഡ് അക്കാഡമിക് ക്രെഡിറ്റ് ഫ്രെയിംവർക്കിന്റെ ബേസിസിൽ കുട്ടിക്ക് ഹയർ എഡ്യൂക്കേഷൻ, സ്പോർട്സ്, സ്കില്ലിംഗ് നെറ്റ്വർക്കിൽ നാവിഗേറ്റ് ചെയ്യാം. അതെല്ലാം ഡിനൈ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ കൂടെ കളിയാണ് ചെയ്യുന്നത് ആൾക്കാർ. Last question. Sir, I just adding what sir you have already talked with the Vishwa sir. Actually, the thing is that there are some people who already talking against India. Similarly, vice versa, reverse thing happening. Those who are talking in supporting of the government or towards India, they are particularly targeting other countries. അവരെ ടാർഗറ്റ് ചെയ്യാൻ
ഇന്നലെ ഞാൻ കണ്ടല്ലോ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് ആരോ ഒരു ജേർണലിസ്റ്റിനെ പിടിച്ച് വേണ്ടാത്ത പോസ്റ്റ് ഇട്ട് അവര് അവര് കണ്ടില്ലേ ഹൗ പീപ്പിൾ ഹവ് റെസ്പോണ്ടഡ്. അപ്പോ നമ്മളും അങ്ങനെ ഒരു കോഓപ്പറേറ്റീവ് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളും ചെയ്യണം. അതെല്ലാം in the law it is going to be prohibited now. Gaslighting, doxing and all. If you reveal private details of somebody online without his or her consent, it is going to become illegal. Thank you, sir. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ സ്നേഹത്തിന്റെയും നന്ദിയുടെ സൂചകമായിട്ട് ഒരു മെമന്റോ കൊടുക്കാൻ ശങ്കുടി ദാസിനെ ക്ഷണിക്കുന്നു. Registration to change. More or less, our direction of strict that will not happen anymore. Anonymous vanishing.